ലാൽ സലാം. ഷാരൂഖ് ഖാനെ ഞെട്ടിച്ചുകൊണ്ട് ലാലേട്ടൻ ഇന്ന് ഇന്ത്യ മുഴുവൻ കീഴടക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. വേറെ ഒന്നുമല്ല, വനിതാ ഫിലിം അവാർഡിൽ മമ്മൂക്കയ്ക്ക് സമ്മാനം നൽകുമ്പോൾ അതിനിടയിൽ സ്റ്റേജ് പെർഫോമൻസിൽ ഇന്ന് ഇന്ത്യ മൊത്തമായിട്ട് വൈറലായിരിക്കുന്നത് ലാലേട്ടൻ്റെ ആ ഒരൊറ്റ ഡാൻസ് തന്നെയാണ്. അതിന് ഷാരൂഖ് ഖാൻ തന്നെ കമൻ്റ് ഇട്ടിരിക്കുന്നു, അങ്ങേപോലെ ഇത്ര ഗംഭീരമായി ഡാൻസ് കളിക്കാൻ എന്നെക്കൊണ്ടാവില്ല, ഞാൻ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ സിനിമയിലെ ആ ഒരു ഡാൻസ് ഞാൻ പോലും ഇത്ര നന്നായിട്ട് ചെയ്തിട്ടില്ല. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇന്ന് മലയാളത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ ഡാൻസ് കളിക്കാൻ അല്ലെങ്കിൽ ഡാൻസ് എന്ന ഒരു കലയെ ആ റേഞ്ചിലെത്തിക്കാൻ ഒരു നടനും ഇല്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് യൂത്തിൽ ഒരുപാട് പേര് ഡാൻസ് കളിക്കുന്നതും എല്ലാവരും ഉണ്ടെന്നറിയാം. പക്ഷേ ഒരു കാര്യം എടുത്ത് പറയാം, അവരൊക്കെ എന്തോരം തലകുത്തി മറിഞ്ഞാലും ലാലേട്ടൻ ചെയ്യുന്ന ആ ഡാൻസിൻ്റെ ഭംഗി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡാൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഇന്ന് ഇന്ത്യ മുഴുവൻ അദ്ദേഹം വൈറലായിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു ചോദ്യം വരികയാണ്, ഇനിയും കമലദളം പോലെയുള്ള ഒരു സിനിമ വന്നാൽ എങ്ങനെയിരിക്കും? പലപ്പോഴായി പലർക്കും തോന്നിയിട്ടുണ്ട്, വലിയ ഹാർഡ് കോർ ഫാൻസിന് പോലും തോന്നിയിട്ടുണ്ടാവാം ലാലേട്ടനെ കൊണ്ട് ഇനി പറ്റുമോ എന്നുള്ള. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇത് ലാലേട്ടനെ കൊണ്ട് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം എത്ര രസകരമായിട്ടാണ് ലാലേട്ടൻ്റെ ആ ഒരു ഡാൻസ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്, സ്റ്റേജിൽ തന്നെ ലൈവായിട്ടുള്ള ഒരു ഡാൻസ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, നമ്മളുടെയൊക്കെ ചെറുപ്പകാലം മുതൽ നമ്മൾ ഒരു ഡാൻസ് കാണുകയാണെങ്കിൽ ഉണ്ട്, ചാക്കോച്ചനുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് എന്നറിയാം. പക്ഷേ അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്നു ലാലേട്ടൻ 2 സ്റ്റെപ്പ് ഇടുമ്പോൾ അത് വേറൊരു ഭംഗി തന്നെയാണ്, മനസ്സിന് കുളിർമ തരുന്നൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾക്ക് വേണ്ടത് ലാലേട്ടൻ്റെ കമലദളം പോലെയുള്ള മികച്ച ഒരു സിനിമ, ഡാൻസിന് പ്രാധാന്യം നൽകുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സംഗീതത്തിനും ഡാൻസിനുമൊക്കെ പ്രാധാന്യം നൽകുന്ന ആ റേഞ്ചിൽ നമ്മൾ കണ്ട കമലദളം പോലെയുള്ള, ഹിസൈനസ് അബ്ദുള്ള പോലെയുള്ള ഒരു സിനിമ വേണം. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? എന്താണേലും ഇത് ഏതെങ്കിലും ഒരു സംവിധായകനോ തിരക്കഥാകൃത്തോ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ആവശ്യം അത് തന്നെയാണ്. അത് ഇന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച നടന്മാരിൽ ആർക്കാണ് ഇങ്ങനെ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, ഇങ്ങേ അറ്റത്ത് വരണം നമ്മുടെ കേരളത്തിൽ, അത് മോഹൻലാലിന് മാത്രമേ കഴിയുള്ളൂ എന്നാണ്. അപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് അതൊന്ന് പറയാം, സപ്പോർട്ട് ചെയ്യുന്നവർക്കും പറയാം. എന്താണേലും സിനിമ മേഖലയിൽ ഈ സിനിമ ലാലേട്ടനെ വെച്ചൊരു പടം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ ഒരു കാര്യം ഏറ്റെടുത്ത് അതേപോലെ ഒരു കഥ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നു അങ്ങനെയുള്ളൊരു സിനിമയ്ക്കായി.